ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവയാനി ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലൊക്കെ എത്തുന്നുണ്ട്. അതിനൊക്കെ ശേഷം പതുക്കെയാണ് അറിയുന്നത് കേട്ടോ, നയനെയാണ് കരൾ കൊടുത്തതെന്നുള്ള വിവരമൊക്കെ. അപ്പം ദേവയാനിക്ക് നയനയോട് സ്നേഹമൊക്കെ ആവുന്നുണ്ട്. ദേവയാനി കുറ്റം പറയുന്നവരെ എല്ലാം നയനെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് കേട്ടോ. അതിനൊക്കെ ശേഷമാണ് ഈ സത്യം തെളിയുന്നത്. പാലിൽ വിഷം ചേർത്തത് അനാമികയും രേവതിയും കൂടിയാണെന്നുള്ളത്. അപ്പം പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അനാമികയുടെ നേരെ പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ നമ്മുടെ ദേവയാനി. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ദേവയാനി വീട്ടിലെത്തിയതിന് ശേഷം കരൾ കൊടുത്തത് നയനയാണെന്ന് അറിഞ്ഞു കഴിയുമ്പം നയനയോട് സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ അറിഞ്ഞ് ആകെപ്പാടെ അസ്വസ്ഥരാവുകയാണ് രേവതിയും അതുപോലെ വേണുവും അനാമികയും. അനിയാണെങ്കിൽ ഇപ്പോഴും നന്ദുവിൻ്റെ പുറകെയാണെന്നാണ് അനാമിക പറയുന്നത്. അങ്ങനെ അവർ 3 പേരും കൂടി ആനന്ദപുരിയിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. വേണു പറയുന്നുണ്ട്, മോളെ നീ ആ അനിയെ ഒന്ന് സ്നേഹിക്കുക, എങ്ങനെയാലും അതുവഴിയെങ്കിലും നമുക്ക് കുറച്ച് അടിച്ചു മാറ്റാം, അല്ലാതെ ഒരു രക്ഷയില്ല. ഇപ്പം അവൾ കണ്ടില്ലേ, കരളൊക്കെ കൊടുത്ത് അവളുടെ അമ്മായിയമ്മയെ അവൾ വശത്താക്കി. ആദർശാണ് അവളുടെ കൂടെ. ആ കിളവനും കിളവിയുമാണെങ്കിൽ അവൾക്ക് സപ്പോർട്ട്. ഇനിയിപ്പോൾ നമുക്കൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ പ്ലാൻ എല്ലാം പൊളിഞ്ഞു പോകുന്ന മട്ട. അപ്പോൾ അനാമിക പറയാം, അച്ഛനൊന്ന് അടങ്ങ്, ഞാനെന്ത് ചെയ്യാനാ? അനി ഇപ്പോഴും ആ നന്ദുവിൻ്റെ പുറകെ നടക്കുകയാണ്. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ എന്നാ ചെയ്യാനാന്ന് പറ. അതിൻ്റെ ഇടയ്ക്ക് നയന കയറി ഈ കളി കളിക്കുകയും ചെയ്തു. രേവതി പറയാണ്, നിന്നോട് പറഞ്ഞതല്ലേ അന്ന് മര്യാദയ്ക്ക് ആ കരൾ കൊടുക്കാനായിട്ട്. അങ്ങനെയായിരുന്നെങ്കിൽ നിനക്ക് അവരിത് മുഴുവൻ എഴുതി തരില്ലായിരുന്നോ? പിന്നെ എൻ്റെ കരൾ കൊടുത്തിട്ട് എനിക്ക് അങ്ങനെയൊന്നും വേണ്ട. എന്തായാലും എൻ്റെ ജീവൻ തന്നെയാണ് വലുത്. അച്ഛനും അമ്മയ്ക്കും കുറേ കടം വാങ്ങിച്ച് കൂട്ടാനല്ലേ അറിയുള്ളൂ. എൻ്റെ ജീവൻ കൊടുത്തിട്ടായാലും കുഴപ്പമില്ലെന്ന്. കൊള്ളാം നിങ്ങൾ. അപ്പം ഉടനെ വേണു പറയാണ്, മോളെ അങ്ങനെയൊന്നും അല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇപ്പം കണ്ടില്ലേ നൈനയെന്ന് പറയുന്നവളെ എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നത്. ഇനി നമ്മളാണെങ്ങാനും വിഷം ചേർത്ത് കൊടുത്തതെന്നും കൂടി അറിഞ്ഞാൽ തീർന്നു. അച്ഛൻ പേടിക്കേണ്ട അച്ഛാ, നമുക്ക് നൈനയെ വീഴ്ത്താം. അവളാണ് വിഷം കൊടുത്തതെന്നുള്ള വിവരം ഇവിടെ അങ്ങ് നമുക്ക് ഫലിപ്പിച്ചെടുക്കണം. എന്നിട്ട് വല്യമ്മയെ അതറിയണം. വല്യമ്മയെ കൊല്ലാൻ വിഷം കൊടുത്തവളല്ലേ, അപ്പം അവരൊട്ടും സപ്പോർട്ട് ചെയ്യാൻ പോകത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോഴാണ് നയനെ അങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പം നയന വരുമ്പോഴേ വേണു അങ്ങ് ചാടിക്കയറി പറയാണ്, നീ പാലിൽ വിഷം ചേർത്ത് കൊടുത്ത് അവരെ കൊല്ലാൻ നോക്കിയിട്ട് പിന്നെ കരൾ കൊടുത്ത് അവരെ അങ്ങ് രക്ഷപ്പെടുത്തി അല്ലേ? അപ്പോഴേക്കും നയന പറയാണ്, ദേ ആവശ്യമില്ലാത്ത ഒന്നും പറയരുത്. ഞാൻ ആർക്കും പാലിൽ വിഷം ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല. എനിക്കങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ രേവതി പറയാം, പിന്നെ ആരാടി ചെയ്തത്? നിൻ്റെ ചേച്ചിയും കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടിയിട്ട് നിൻ്റെ അസൂയ കാരണം നീ തന്നെ ചെയ്തതല്ലേ അത്? എന്നിട്ടാണ് ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പോൾ അവൾ മിടുക്കിയായില്ലേ എന്ന് നോക്കിക്കേ. അവളാണ് കരൾ കൊടുത്തതെന്ന് പറഞ്ഞ് എല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്യുന്നു. സ്വർണം കിട്ടുന്നു, സ്ഥലം കിട്ടുന്നു. എന്താ വേണ്ടത്? ഞാനതൊന്നും ആഗ്രഹിച്ചിട്ട് ചെയ്തതല്ല. പക്ഷേ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എനിക്ക് സ്വർണം കൊണ്ടു തന്നെന്നുള്ളത് സത്യമാണ്. അത് ഞാൻ പറഞ്ഞിട്ടും ആവശ്യപ്പെട്ടിട്ടും അല്ല. അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് നയന പറയുക. അപ്പം അനാമിക പറയുക, പിന്നെ ജീവൻ എടുത്തിട്ടല്ലേടി ജീവൻ രക്ഷിക്കുന്നത്? നീ തന്നെയാണ് ചെയ്തത്. നോക്കിക്കോ, ഞാനിത് വല്യമ്മയെ പറഞ്ഞ് ധരിപ്പിക്കും. പാലിൽ വിഷം തന്ന് അവരെ കൊല്ലാൻ നോക്കി ഈ അവസ്ഥയിലാക്കിയിട്ട് നീ നല്ല പിള്ള ചമഞ്ഞ് ഇവിടെ അങ്ങ് കൂടിയിരിക്കുകയാണ്. എല്ലാം ഈ സ്വത്തും പണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നീ ചെയ്തത്, അല്ലാതൊന്നും അല്ലെന്നറിയാടി. ഇങ്ങനെ ഒരു നാടകം കളിച്ച് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ട് അവൾ കരൾ കൊടുത്ത് എല്ലാം നേടിയെടുക്കുക. ഇനിയിപ്പോൾ അനന്തപുരി മുഴുവൻ നിനക്കങ്ങ് എഴുതിയെടുക്കാമല്ലോ. അപ്പോൾ അനാമികയോട് പറയാണ്, അനാമികയെ നീ ഇനി ഒരു വാക്ക് നീ മിണ്ടാ, എൻ്റെ കൈ നിൻ്റെ കരണത്തിരിക്കും കേട്ടോ എന്ന് പറയാം. അപ്പോൾ ഇത് കേട്ടോണ്ട് മുത്തശ്ശൻ അങ്ങോട്ട് വരിക. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ പ്രശ്നം? എല്ലാവരും കൂടി എന്താ ഇപ്പം ഒരു ബഹളമൊക്കെ? അപ്പോൾ ഉടനെ രേവതി പറയുന്നുണ്ട്, അതേ പാലിൽ വിഷം ചേർത്ത് കൊടുത്തത് ഇവളാണെന്ന് പറയായിരുന്നു. എന്നിട്ടിപ്പോൾ ഇവള് നല്ല പിള്ള ചമഞ്ഞ് നടക്കുക എല്ലാവരുടെയും മുമ്പിൽ. അപ്പോൾ മുത്തശ്ശൻ പറയുക, രേവതിക്ക് എന്താ ഉറപ്പ് നയനമോളാണ് പാലിൽ വിഷം ചേർത്ത് കൊടുത്തതെന്നുള്ളതിന്? രേവതി അത് കണ്ടോയെന്ന് ചോദിക്കാം. രേവതി അന്നേരം പറയാം, ഞാൻ കണ്ടില്ല, പക്ഷേ ഇവള് തന്നെയാണ്, ഇവളല്ലേ ആ പാലെടുത്ത് വെച്ചത്. പിന്നെ ആരാ ഇവിടെ ഇത് ചേർക്കാൻ? പിന്നെ ആരും ഇല്ലായിരുന്നോ? രേവതിയും അന്ന് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അനാമികയുണ്ടായിരുന്നു, ജലജയുണ്ടായിരുന്നു, ജാനകിയും, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾക്ക് ആർക്ക് വേണേലും അത് ചെയ്യാലോ, എന്നിട്ട് നയനയുടെ തലയിൽ കുറ്റം വയ്ക്കുകയും ചെയ്യാലോ. അപ്പോൾ ഉടനെ തന്നെ അനാമിക പറയാണ്, ആഹാ ഇപ്പം അത് അങ്ങനെയായോ? ഞങ്ങളങ്ങനെ ചെയ്തിട്ട് നയനയുടെ തലയെ കുറ്റം വെച്ചതാണോ മുത്തശ്ശൻ പറയുന്നത്? ഓ ഇവളിപ്പോൾ അങ്ങനെയായിരിക്കും ഇവിടെ എല്ലാവരെയും ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത് അല്ലേ? അപ്പോഴേക്കും അങ്ങോട്ട് ആദർശം എത്തുകയാണ്.
ആദർശ് ചോദിക്കുക എന്താ എന്താ എല്ലാവരും കൂടെ. അപ്പം മുത്തശ്ശൻ പറയാണ് നയന മോളാണ് പാലിൽ വിഷം ചേർത്തതെന്നുള്ള ഒരു സംശയം രേവതിക്കും അനാമികയ്ക്കും വേണുവിനും ഒക്കെ ഉണ്ട്. അവരത് മോളോട് ചോദിക്കായിരുന്നു. അപ്പം ഞാനതിന് തെളിവുണ്ടോയെന്ന് ചോദിച്ചതാ. അപ്പോഴേക്കും ആദർശ് പറയാണ് നയനയല്ല പാലിൽ വിഷം ചേർത്തത്. പാലിൽ വിഷം ചേർത്ത ആരാണെന്ന് പറഞ്ഞാൽ പലരും ഇപ്പോൾ ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ വേണു ചോദിക്കുക അതാരാ പിന്നെ, ഞങ്ങൾക്ക് അറിയണ്ടേ ഇത്. അന്നേരം ആദർശ് പറയും ഓ നിങ്ങൾക്കൊക്കെ അറിയണമെന്നുണ്ടല്ലേ, അബി അബി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോഴേക്കും അബിയും ജലജ അങ്ങോട്ട് വരിക. അപ്പം ആദർശ് പറയാണ് മുത്തശ്ശനോട്, മുത്തശ്ശൻ അബിയോട് ചോദിച്ചു നോക്ക്. അപ്പോൾ അബി പറയാ ഞാനല്ല കേട്ടോ, ഞാൻ പാലിൽ വിഷമൊന്നും ചേർത്തിട്ടില്ല. അപ്പോഴേക്കും ഉടനെ ആദർശ് പറയാം നീയല്ല, പക്ഷേ ആരാണത് ചെയ്തതെന്ന് നിനക്കറിയാം, നിൻ്റെ അമ്മയ്ക്കും അറിയാം. നീ അത് എന്നോട് ഇന്നലെ സമ്മതിക്കുകയും ചെയ്തില്ലേ. നിൻ്റെ കാരണത്തിൻ്റെ ഒന്ന് തന്നപ്പോൾ തന്നെ നീ എല്ലാ സത്യങ്ങളും പറഞ്ഞതല്ലേ. അപ്പോഴേക്കും ഉടനെ മുത്തശ്ശൻ ചോദിക്കുക ഓഹോ അപ്പം നീയും നിൻ്റെ അമ്മയും കൂടിയായിരുന്നല്ലേ. എനിക്കത് നേരത്തെ തോന്നിയിരുന്നു. കാരണം നവ്യയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ലേ നീ നിൻ്റെ അമ്മയെ അങ്ങനെ ചെയ്തത്. അന്ന് നീ നവ്യമോളോട് സ്നേഹം കാണിക്കുകയൊക്കെ ചെയ്തു, പിന്നീട് അത് വെറുപ്പായി. അപ്പം നിൻ്റെ അഭിനയമല്ലായിരുന്നു അതെല്ലാം എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ അഭി പറയാം അങ്ങനൊന്നും അല്ല, പക്ഷേ നവ്യയുടെ പാലിൽ വിഷം ചേർക്കുമെന്നുള്ള കാര്യം എനിക്കും അമ്മയ്ക്കും ഒക്കെ അറിയാമായിരുന്നു എന്ന് പറയാണ്. അപ്പോഴേക്കും ഉടനെ മുത്തശ്ശൻ ചോദിക്കുക അത് അത് നിനക്കറിയായിരുന്നു. എനിക്കറിയായിരുന്നു. അതാരാ അത് ചെയ്തത് എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പം അബി പറയാണ് അത് ഈ അനാമികയും അവളുടെ അമ്മയും കൂടിയാണ് ചെയ്തതെന്ന് പറയും. ഉടനെ അനാമിക പറയാ അബി വെറുതെ നുണ പറയരുത് കേട്ടോ, നീ ചെയ്തിട്ട് അത് ഞങ്ങളുടെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കുവാണോ. അപ്പോൾ അബി പറയാം നുണയൊന്നുമല്ല, അതിന് തെളിവൊക്കെ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത് ഞാനും അമ്മയും കേട്ടിരുന്നു. പാലിൽ വിഷം ചേർക്കുന്നത് ഞങ്ങൾ കണ്ടതാ. പക്ഷേ ഞങ്ങളത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നവ്യോടുള്ള ദേഷ്യം കൊണ്ടാണ് അത് പറയാതിരുന്നത്. അവളുടെ കുഞ്ഞും അവളും ഇല്ലാതാവട്ടെ എന്ന് ഞാനും അമ്മയൊക്കെ ആഗ്രഹിച്ചെന്നുള്ള സത്യം. പക്ഷേ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തില്ല. അത് കേട്ടോണ്ട് ഉടനെ മുത്തശ്ശൻ ചോദിക്കുകയാണ് ജലജെ നീയും അറിഞ്ഞുകൊണ്ടാണോ ഇത് നടന്നത്, നിനക്കും അറിയായിരുന്നു ഈ വിവരം. അപ്പോൾ ജലജ പറയാണ് എനിക്ക് അറിയായിരുന്നു. ആഹാ നീ കൊള്ളാവല്ലോ, നിന്നെയൊക്കെ എങ്ങനെ വിശ്വസിച്ച് ഈ കുടുംബത്തിൽ ജീവിക്കുവടി. നിൻ്റെ മരുമോളല്ലേ അവള്, നിൻ്റെ മകൻ്റെ കുഞ്ഞല്ലേ അവളുടെ വയറ്റിൽ കിടക്കുന്നത്. ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പാലിൽ വിഷം ചേർക്കുന്ന കണ്ടോണ്ട് നീ നിന്നല്ലേ. നീയും അഭിയും ഇതുപോലുള്ള ദുഷ്ടത്തനം ചെയ്യുന്ന നിനക്കൊന്നും ഈ വീട്ടിൽ ഇനി സ്ഥാനമില്ലെന്ന് ഓർത്തോണം. അപ്പം മുത്തശ്ശിയും പറയാണ് ജലജ നീയൊരു പെണ്ണല്ലേ, നീ ഒന്ന് പ്രസവിച്ചതല്ലേ, ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്ന കണ്ടിട്ട് നീ മിണ്ടാതിരുന്നെന്നോ. നീയൊക്കെ മനുഷ്യ ജന്മം തന്നെയാണോടി. ജലജയും അബിയൊക്കെ അന്നേരം മിണ്ടാതെ അങ്ങ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഉടനെ അനാമിക പറയുകയാണ് അയ്യോ ഞങ്ങളല്ല അത് വല്യമ്മേ എന്ന് പറഞ്ഞ് ദേവയാനിയോട് പറയാണ് വല്യമ്മ ഞങ്ങളല്ല അത്. അപ്പോൾ ദേവയാനി ചോദിക്കുക എന്താ നീയാണോടി അത് ചെയ്തത്, നീ നിൻ്റെ അമ്മയും കൂടിയാണോ ചെയ്തത്. അത് വല്യമ്മ നവ്യ കുടിക്കുമെന്ന് വിചാരിച്ചാൽ, അല്ലാതെ വല്യമ്മ കുടിക്കുമെന്ന് വിചാരിച്ചേ ഇല്ല ഞങ്ങൾ. വല്യമ്മ അത് അബദ്ധത്തിൽ കുടിച്ചതല്ലേ, സോറി വല്യമ്മേ. അപ്പോഴേക്കും ഒറ്റ അടി കൊടുക്കുകയാണ് കേട്ടോ കാരണത്തിൻ്റെ നോക്കിയിട്ട് ദേവയാനി. എന്നിട്ട് പറയാണ് എന്താ നീ ചെയ്തത്, പാലിൽ വിഷം ചേർത്ത് ഒരാളെ കൊല്ലാൻ നോക്കുന്നു. നവ്യയോട് ദേഷ്യമൊക്കെ ഉണ്ട്, അവളുടെ നാക്ക് ശരിയല്ല. അവളുടെ വയറ്റിൽ അബിയുടെ കുഞ്ഞാ ഈ അനന്തപുരിയിലെ അവകാശി. ആ കുഞ്ഞിനെയും കൂടെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പാലിൽ വിഷം ചേർത്ത് വച്ചെന്നോ. നീയൊക്കെ മനുഷ്യ ജന്മമാണോടി. നിന്നെയൊക്കെ എങ്ങനെ വിശ്വസിക്കോടി. എന്നിട്ട് വല്യമ്മ കുടിച്ചു പോയല്ലോന്ന്. ഞാൻ കുടിച്ചതുകൊണ്ട് ഇങ്ങനെയായി, അല്ലായിരുന്നെങ്കിൽ നവ്യ അവളുടെ കുഞ്ഞും കാണുമായിരുന്നോ. ആ കുഞ്ഞ് നിന്നോടൊക്കെ എന്ത് ദ്രോഹമാണ് ചെയ്തത്. എത്രയൊക്കെ ആണേലും അതൊരു ജനിക്കാൻ പോകുന്ന കുഞ്ഞല്ലേ, അതിനെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ നിനക്ക് എങ്ങനെ സാധിച്ചടി എന്നൊക്കെ ചോദിക്കുക കേട്ടോ. ഇത്രയും നാൾ ഞാൻ പാമ്പിനാണല്ലോ പാല് തന്നുകൊണ്ടിരുന്നത്, എല്ലാവരും കുറ്റപ്പെടുത്തിയിട്ടും നിന്നെ ചേർത്ത് നിർത്തിയില്ലേടി ഞാൻ. നീ ഇത്തരക്കാരിയായിരുന്നോ എന്നൊക്കെ ചോദിച്ച് ദേവയാനി നല്ലതായിട്ട് പൊരിക്കുന്നുണ്ട് കേട്ടോ അനാമിയെ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്